അരികിലുണ്ട്, പതറുകില്ല. പരമറിയും അരുമനാഥൻ അരികിലുണ്ട്, പതറുകില്ല. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നേടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 17 വാക്യം. അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല, അവൻ്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല. മനുഷ്യൻ എത്ര സമ്പത്ത് സമ്പാദിച്ചാലും മരിക്കുമ്പോൾ അതിലൊന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ പലരും ജീവിതം മുഴുവനും പണം, സമ്പത്ത്, പ്രശസ്തി എന്നിവയുടെ പിന്നാലെ ഓടുന്നു. വലിയ വീടുകൾ, കാറുകൾ, ഭൂമികൾ ഇവയെല്ലാം സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, മരണം വന്നാൽ ഇവയൊന്നും നമ്മോടൊപ്പം വരികയില്ല. സമ്പത്ത് താൽക്കാലികമാണ്. നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം ഈ ഭൂമിയിലേക്കാണ്. നമുക്ക് ശേഷം അത് മറ്റുള്ളവർക്കാണ് പോകുന്നത്. അതിനാൽ സമ്പത്ത് ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യമാക്കരുത്. ദൈവവുമായുള്ള ബന്ധമാണ് ശാശ്വതം. സമ്പത്തും സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു പോകാം. എന്നാൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതമാണ് ശാശ്വത മൂല്യമുള്ളത്. നാം മറ്റുള്ളവരെ സഹായിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്നേഹത്തോടെ ജീവിക്കുന്നതുമാണ് ദൈവത്തിന് മുമ്പിൽ വിലപ്പെട്ടത്. ഇന്നത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് ഭൂമിയിലെ വസ്തുക്കളല്ല, ദൈവത്തോടുള്ള ബന്ധവും നിത്യജീവിതത്തിനുള്ള തയ്യാറെടുപ്പുമാണെന്നാണ്. അതുകൊണ്ട് നാം സമ്പത്തിൽ അഭിമാനിക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് സ്നേഹത്തിലും നീതിയിലും ജീവിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോക ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പുറകെ പോകാതെ ശാശ്വതമായ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.